കെ.പി.സി.സി വീട് വെച്ച് നൽകിയ മറിയക്കുട്ടി ബി.ജെ.പിയിൽ. തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മറിയക്കുട്ടി ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുന്നുവെന്ന് വേദിയിൽ പ്രഖ്യാപനം നടത്തി. മറിയക്കുട്ടി എല്ലാ കാലത്തും കടുകട്ടി കോൺഗ്രസുകാരിയും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധിയുമായിരുന്നു. അടിമാലിയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു സമര പരിപാടിയിലാണ് മറിയക്കുട്ടി അടക്കമുള്ള 2 വയോധിക സ്ത്രീകൾ ചട്ടിയുമായി ഇറങ്ങിയത്. അന്ന് ചട്ടി കൊടുത്ത് ഭിക്ഷയ്ക്ക് ഇറക്കിവിട്ടത് യൂത്ത് കോൺഗ്രസുകാരാണ്. എന്നാൽ ബോർഡ് പോലും അടിച്ചുവെച്ചു നടത്തിയ സമരത്തെ ജീവിക്കാൻ വേണ്ടി 2 വയോധിക സ്ത്രീകൾ നടത്തുന്ന സമരമെന്ന് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. പിന്നീട് കണ്ടത് ചില വലതുപക്ഷ മാധ്യമങ്ങൾ എഴുതി തയ്യാറാക്കിയ തിരക്കഥയ്ക്കൊപ്പം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കെ.പി.സി.സി നേതൃത്വവും തകർത്ത് അഭിനയിക്കുന്നതാണ്. കെ.പി.സി.സി മറിയക്കുട്ടിക്ക് വീട് വെച്ചു നൽകി. അതിനെ ഇപ്പോൾ മറിയക്കുട്ടി പൂർണ്ണമായി തള്ളിപ്പറയുകയാണ്. അവർക്ക് വോട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ അടുത്ത വോട്ട് വരുമ്പോഴേ അവർ പരിചയപ്പെടാൻ ഇനി വോട്ട് വരുമ്പോഴേ പരിചയപ്പെടാൻ മാളാ സമാജം ഉണ്ടായിരുന്നു അടിമാലിൽ എന്നെ വിളിച്ചിട്ട്. അങ്ങനെ പല പരിപാടികൾ കോൺഗ്രസ്സുകാർ നടത്തി. അന്നേരം ആൾക്കാർ ഞാൻ മറുപിടിച്ചോണ്ട് പറയാൻ ഞാൻ അങ്ങനെ അവരെ ഞങ്ങൾ പെരുമാറ്റി. മാധ്യമങ്ങളെയും മറിയക്കുട്ടി തള്ളിപ്പറയുന്നുണ്ട്. വീടില്ലെന്ന വാർത്ത നിങ്ങളെപ്പോലെയുള്ളവർ കൊടുത്തതാ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു മാധ്യമത്തോട് ബി.ജെ.പി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മറിയക്കുട്ടി പ്രതികരിച്ചത്. രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുത്ത പരിപാടിയിലാണ് മറിയക്കുട്ടി എത്തി ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. നാളിതുവരെയുള്ള പരിപാടിയുടെ സ്പോൺസർമാരായ കോൺഗ്രസ് നേതൃത്വമാണ് ഇനി മറുപടി പറയേണ്ടി വരിക. കൈരളി ന്യൂസ്, ഇടുക്കി.